ബി.ജെ.പി. സർക്കാർ നടപ്പാക്കുന്ന പുതിയ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിഷേധം ശക്തമായതോടെ വ്യത്യസ്ത തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ ഇന്ത്യയിലെ മുസ്ലിം വഖഫിനെതിരെ സംഘപരിവാർ ശക്തികൾ വ്യാപകമായി അഴിച്ചുവിടുന്നുണ്ട്. അതിലൊന്നാണ് 1947 ഇന്ത്യ പാക് വിഭജനം നടന്ന സന്ദർഭത്തിൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ കുടിയേറി പാർത്തിരുന്നു. ഇങ്ങനെ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾ അവർ ഇന്ത്യയിൽ ഇട്ടേച്ചു പോയ അവരുടെ സ്വത്തുക്കൾ, ഭൂമി, കച്ചവട സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവ 1947 ഇവിടെ അവശേഷിച്ച മുസ്ലിങ്ങൾ വഖഫ് സ്വത്താക്കി മാറ്റി അടിച്ചെടുക്കുകയായിരുന്നു എന്ന പ്രചാരണം. സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രചാരണങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട്. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ചരിത്രത്തെക്കുറിച്ച അറിവോ അതുപോലെ ജ്ഞാനമോ ഇല്ലാത്ത സാധാരണക്കാർ ഇതിൽ ശരിയാണല്ലോ എന്ന് വിശ്വസിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇന്ത്യ പാക് വിഭജനം ഒരു യാഥാർത്ഥ്യമാണ്. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിരുന്നു. അങ്ങനെ പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളിൽ അധികവും അതിസമ്പന്നരായ ആളുകളുണ്ടായിരുന്നു. അവർക്കിവിടെ വലിയ വലിയ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ധാരാളം ഏക്കർ കണക്കിന് ഭൂമിയും ഉണ്ടായിരുന്നു. ഇതെന്ത് ആണ് ചെയ്തത് എന്നറിയാത്തവർ സംഘപരിവാർ നടത്തുന്ന ഈ വ്യാജ പ്രചാരണങ്ങൾ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അന്ന് നടന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. 1940കളുടെ അവസാനത്തിൽ തന്നെ ഇങ്ങനെ ഇട്ടേച്ചു പോയ ഭൂമിയും മറ്റു പ്രോപ്പർട്ടികളും എന്തു ചെയ്യണമെന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ ചർച്ചയായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പുതിയൊരു നിയമം പാസ്സാക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇവാക്യൂ ആക്ട് 1950. അങ്ങനെ നിലവിൽ വന്ന നിയമമാണിത്. എന്താണ് ഈ ആക്ട് പറയുന്നത്? ഈ ആക്ട് അനുസരിച്ച് പാകിസ്ഥാനിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങളുടെ ഇവിടെ ഇട്ടേച്ചു പോയ മുഴുവൻ സ്വത്തുക്കളും സർക്കാരിലേക്ക് കണ്ടുകെട്ടണം എന്നായിരുന്നു ആ നിയമം അനുശാസിച്ചിരുന്നത്. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവാക്യൂ കസ്റ്റോഡിയൻ ഓഫ് ഇവാക്യൂ പ്രോപ്പർട്ടി എന്ന ഓഫീസ് സംവിധാനം ഒരുക്കുകയും അവർ ഇത്തരം സ്വത്തുക്കളെല്ലാം സർക്കാരിൻ്റെ ഭാഗമാക്കി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ പിടിച്ചെടുത്ത പ്രോപ്പർട്ടികൾ എന്താണ് ചെയ്തത്? അതിനും ചരിത്രം വളരെ കൃത്യമായി മറുപടി നൽകുന്നുണ്ട്. ഈ ആക്ട് അനുസരിച്ച് തന്നെ 3 കാര്യങ്ങൾക്കാണ് ഇത്തരം പ്രോപ്പർട്ടികൾ ഉപയോഗിച്ചത്. ഒന്ന്, വിഭജന സന്ദർഭത്തിൽ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും പുനരധിവാസത്തിനാണ് ഈ സ്വത്തുക്കൾ ഉപയോഗപ്പെടുത്തിയത്. സ്വാഭാവികമായും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് അന്ന് കുടിയേറിയ ഹിന്ദുക്കൾക്കോ സിഖുകാർക്കോ ഇന്ത്യയിൽ ഭൂമിയോ വീടുകളോ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇത് നിയമപരമായി പതിച്ചു നൽകുകയാണ് ആദ്യം ചെയ്തത്. പിന്നീട് മറ്റു പ്രോപ്പർട്ടികൾ ഇന്ത്യ സർക്കാരിൻ്റെ തന്നെ വിവിധ സംവിധാനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഉപയോഗപ്പെടുത്തി. ചിലത് സർക്കാർ ലേലം ചെയ്ത് വിറ്റു. ഇങ്ങനെ വിറ്റുകിട്ടിയ സ്വത്തുക്കൾ സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾക്കായി ഉപയോഗിച്ചു. വളരെ ഒറ്റപ്പെട്ട ചില കേസുകളിൽ ഇന്ത്യയിൽ അവശേഷിച്ച ബന്ധുക്കൾ, പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ ബന്ധുക്കൾ, അവർ ഇതിൽ അവകാശവാദം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചു. ഇങ്ങനെ കോടതിയെ സമീപിച്ച കേസുകളിൽ കോടതി എന്താണോ വിധി കൽപ്പിക്കുന്നത് അതായിരുന്നു തീരുമാനമായി ഇവാക്യൂ പ്രോപ്പർട്ടി ആക്ട് 1950 പറഞ്ഞിരുന്നത്. ചില സ്വത്തുക്കൾ അവകാശികൾക്ക് കിട്ടി, ചില സ്വത്തുക്കൾ രാജ്യത്തിൻ്റെ ഭാഗമായി ലയിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ചരിത്രത്തിൽ നടന്ന യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ഈ യാഥാർത്ഥ്യം മറച്ചു വച്ചാണ് വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക വഖഫ് നിയമം അനുസരിച്ച് തന്നെ ഏതെങ്കിലും കലാപ സന്ദർഭങ്ങളിലോ ഇത്തരം സാമൂഹിക സാഹചര്യങ്ങളിലോ ഇട്ടേച്ചു പോയ സ്വത്തുക്കൾ വഖഫാക്കി മാറ്റുവാൻ സാധിക്കുകയില്ല. വഖഫ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ ഓണർ ഞാൻ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് ഈ സ്വത്ത് വഖഫ് ചെയ്യുന്നു എന്ന് വാക്കുമൂലമോ രേഖാമൂലമോ പറയുമ്പോൾ മാത്രമേ അത്തരം സ്വത്തുക്കൾ വഖഫായി മാറുകയുള്ളൂ. അപ്പോൾ ഇന്ത്യൻ നിയമമനുസരിച്ചും ഇസ്ലാമിക നിയമമനുസരിച്ചും വിഭജന സന്ദർഭത്തിലെ ഒരു സ്വത്തും വഖഫാക്കി മാറ്റിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യവും ചരിത്രവും.